മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC അധ്യക്ഷനുമായിരുന്ന തെന്നല ബാലകൃഷ്ണപിള്ളയുടെ അന്ത്യം കോൺഗ്രസിന് തീരാ നഷ്ടമാവുകയാണ്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാവിലെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 2 തവണ KPCC അധ്യക്ഷനായി പ്രവർത്തിച്ച തെന്നല ബാലകൃഷ്ണപിള്ള 2 തവണ അടൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. 3 തവണ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗവുമായിട്ടുണ്ട്. കൊല്ലം ശൂരനാട് പരേതനായ N ഗോപാലപിള്ളയുടെയും N ഈശ്വരിയമ്മയുടെയും മകനായി 1930 മാർച്ച് 11 ജനനം. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം തിരുവനന്തപുരം MG കോളേജിൽ നിന്ന് ബിരുദം നേടി. പൂളിക്കുളം വാർഡ് കമ്മിറ്റി പ്രസിഡന്റായാണ് രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം. കുന്നത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ശൂരനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും പ്രസിഡന്റായി പ്രവർത്തിച്ച തെന്നല 5 വർഷത്തോളം കൊല്ലം DCC അധ്യക്ഷനായി. 1962 മുതൽ KPCC അംഗമായിരുന്നു. 77-ലും 82-ലും അടൂരിൽ നിന്ന് നിയമസഭാ അംഗമായി. 67, 80, 87 വർഷങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. സഹകരണ മേഖലയിലെ പ്രധാന നേതാവായി ഉയർന്നുവന്ന തെന്നല കൊല്ലം ജില്ലാ സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റായും സംസ്ഥാന സഹകരണ ബാങ്കിന്റെയും പ്രസിഡന്റായും പ്രവർത്തിച്ചു. 1998-ൽ സ്ഥാനമൊഴിഞ്ഞ വയലാർ രവിക്ക് പകരമായാണ് തെന്നല ആദ്യമായി KPCC പ്രസിഡന്റ് ആകുന്നത്. 2001 വരെ അധ്യക്ഷ പദവിയിൽ തുടർന്നു. 2001-ലെ നിയമസഭയുടെ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ UDF വൻ വിജയം നേടി. 2004-ൽ K മുരളീധരൻ AK ആന്റണി മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിയായതിനെ തുടർന്ന് താൽക്കാലിക പ്രസിഡന്റായിരുന്ന PP തങ്കച്ചന് പകരക്കാരനായി വീണ്ടും KPCCയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട തെന്നല ബാലകൃഷ്ണപിള്ള രമേശ് ചെന്നിത്തലയെ ഹൈക്കമാൻഡ് പുതിയ പ്രസിഡന്റായി നിയമിച്ച് 2005 വരെ ആ സ്ഥാനത്ത് തുടർന്നു. രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുമ്പോൾ 17 ഏക്കർ ഭൂമിയുടെ ഉടമയായിരുന്നെങ്കിലും ഓരോ ഘട്ടത്തിലായി പാർട്ടിക്ക് വേണ്ടി സ്വത്തുക്കൾ വിറ്റു. ഒടുവിൽ രാഷ്ട്രീയ നേതാവിന്റെ കുപ്പായം അഴിച്ചുവെച്ച വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ 11 സെന്റ് ഭൂമി മാത്രമാണ് അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.